ഹായ് അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ ഒരു ജിഞ്ചർ ലെമൺ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വേനൽ ചൂടിൽ കുടിക്കാൻ പറ്റിയ വ്യത്യസ്തമായ ഒരു ലെമൺ ജ്യൂസാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ മിക്സി ജാറിലാണ് ഈ ലെമൺ ജ്യൂസ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. ഒരു ലെമണും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇഞ്ചിയുടെ അളവ് കുറച്ച് മുന്തി നിൽക്കണം ഈ ഒരു ലെമൺ ജ്യൂസ് തയ്യാറാക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഇഞ്ചി കുറച്ച് വലിയ പീസ് എടുത്തിരിക്കുന്നത്. നമുക്കിനി ഈ ലെമൺ നമുക്ക് ഈ മിക്സി ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഒരു 3 ടേബിൾ സ്പൂണോളം വരും ഈ ഒരു ലെമൺ ജ്യൂസ്. ഇനി ഇതിലേക്ക് ആ ഒരു ഇഞ്ചി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗ്രേറ്റഡ് കോക്കനട്ട് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ ലെമൺ ജ്യൂസിന് വ്യത്യസ്തമായൊരു ടേസ്റ്റ് നൽകും. വളരെ ടേസ്റ്റാണ്. നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതിൽ തേങ്ങയ്ക്ക് പകരം വേണമെങ്കിൽ കാഷ്യൂനട്ട് അരച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. അതും നല്ലൊരു വ്യത്യസ്തമായ ടേസ്റ്റ് നമുക്ക് ലെമൺ ജ്യൂസിന് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഞാനിവിടെ ഒരു നല്ല ഹൈറ്റുള്ളൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ആ ഗ്ലാസ്സിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ കുരുമുളകുമാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ഈ ഗ്ലാസ്സിന് ടിപ്പിലായിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ജ്യൂസ് കുടിക്കുമ്പോൾ നമുക്ക് ആ ഉപ്പിൻ്റെയും കുരുമുളകിൻ്റെയും കൂടെ ടേസ്റ്റും കൂടെ നമുക്ക് ആ ജ്യൂസിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ സ്ട്രോ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ സ്ട്രോ യൂസ് ചെയ്യാതെ ഇങ്ങനെ കുടിച്ചെങ്കിലേ ഉള്ളൂ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ നന്നായിട്ട് മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന ലെമൺ ജ്യൂസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾ എന്താണേലും ട്രൈ ചെയ്ത് നോക്കുക. വളരെ വ്യത്യസ്തമായ ടേസ്റ്റാണ്. ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. ഇപ്പോൾ ഈ ഒരു ചൂട് കാലത്ത് ഇത് കുടിക്കാൻ പറ്റിയ നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്കാണിത്. അപ്പോൾ നിങ്ങളിത് എന്താണേലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. Thank you.